നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ ചിത്രമെടുത്ത് അതിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്ത് മനോഹരമാക്കി പോസ്റ്റ് ചെയ്ത് ലൈക്കുകളും കമൻറ്റുകളും വാരിക്കൂട്ടുന്നതിനിടയ്ക്ക് നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളുടെ സെൽഫി എടുത്ത് അതിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ ശ്രമിക്കാത്തതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുഃഖവും ദുരന്തവുമെല്ലാം. ദരിദ്രന് പണം കൊടുക്കുന്ന സെൽഫി എടുത്ത് തൻ്റെ കാരുണ്യം വിളംബരം ചെയ്യാനും, രോഗിക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്നതിൻ്റെ സെൽഫി എടുത്ത് തൻ്റെ മനുഷ്യത്വം കൊട്ടിഘോഷിക്കാനും, യാചകനെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുത്തത് ലോകത്തിൻ്റെ മുന്നിൽ അറിയിക്കാനും മാത്രം അധപ്പതിക്കാൻ, കപടനാകാനുള്ള കാരണം ആത്മാവിൻ്റെ സെൽഫി എടുക്കാൻ മനുഷ്യൻ മറന്നതിനാലാണ്. ഈ ബാഹ്യരൂപത്തിൻ്റെ സെൽഫി എടുത്ത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും പ്രതീകമായി പ്രത്യക്ഷപ്പെടുന്നവരല്ലേ വീട്ടിൽ സ്വന്തം ഉപ്പയോടും ഉമ്മയോടും ഇണയോടും കൂടപ്പിറപ്പുകളോടും പരുഷമായി പെരുമാറുന്നത്? അതുകൊണ്ട് ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളുടെ സെൽഫി എടുത്ത് അതിൽ വഞ്ചനയുണ്ടെങ്കിൽ, ചതിയുണ്ടെങ്കിൽ, സ്വാർത്ഥതയുണ്ടെങ്കിൽ, അവിശ്വാസമുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പരിഗണനയുടെയും നന്മയുടെയും എല്ലാം ബ്രഷുകൾ കൊണ്ടെന്ന് ടച്ച് ചെയ്ത് പുറം സെൽഫി പോലെ ഉള്ളിലെ സെൽഫി മനോഹരമാക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു കുടുംബ സുഹൃത്ത് സാമൂഹിക ബന്ധങ്ങൾ നമുക്ക് തീർച്ചയായും ലഭിക്കും. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. ഇന്ന് മുതൽ ആരംഭിക്കുക. 1, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. മക്കളും വാപ്പയും ഉമ്മയും എല്ലാമായി കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. 2, കൂടിച്ചേരലുകൾ, ഗെറ്റ് ടുഗദർ. അത് നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ നിർബന്ധമായി ചെയ്തിരിക്കണം. 3, 5 വിരലുകൾ പോലെ മനുഷ്യർ വ്യത്യസ്തരാണ്, ചിന്തകളും വ്യത്യസ്തമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മതവിശ്വാസവും ധാർമ്മിക മൂല്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെ ക്ഷമയും സഹനവും കൈക്കൊണ്ടാൽ തീർച്ചയായും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. നല്ലൊരു കുടുംബ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും.